വെൽക്കം ബാക്ക്. ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ഇടുന്നത്. പെരുന്നാൾക്കൊന്നും വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം നമ്മുടെ മനസ്സിനെ അതൊക്കെ ബാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അത്ര ഒരു മൂഡുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടെ അല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാനും അങ്ങനെ ഒരു മൂഡൊന്നും കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വോയിസ് കൊടുക്കാനൊന്നും തീരെ ഒരു മൂഡ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇതൊക്കെ ഒന്ന് വോയിസൊക്കെ കൊടുക്കാൻ തോന്നിയത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമുള്ള ടൈമിലാണ് ഞാൻ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുക. വീട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഡിസോർഡറായി കിടക്കുന്നതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് പൊടികളൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക, ഒന്ന് വാക്യൂം ചെയ്ത് എടുക്കുക, അതുപോലെ തന്നെ തുടച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്ര പൊടിയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ലാസ്റ്റ് ഞാൻ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കുകയൊക്കെ ചെയ്തു. നമ്മൾ സ്ഥിരമായിട്ട് ഒരു 2 ആഴ്ചയെങ്കിലും ചിട്ടയോട് കൂടിയിട്ട് ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലെ ജോലികളും കുക്കിങ്ങൊക്കെ ഒന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരുപാട് സമയം കിട്ടും. വീട് നല്ല വൃത്തിയായിട്ടൊക്കെ നിൽക്കുകയും ചെയ്യും. അതുപോലെ കുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെ. നമുക്ക് മടിയാണെങ്കിൽ അങ്ങനെ മടിയായി പോവും. കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഏത് ക്ഷീണം പിടിച്ച സമയത്തും കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ സ്റ്റൂവും പത്തിരിയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ നോമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇട്ടിട്ട് 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ്, അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഇഞ്ചിയും 1 ടീസ്പൂൺ നിറയെ വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂൺ നല്ല ഞാൻ പൊന്തിച്ചെടുത്തത്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഓരോ പച്ചമുളകിനും ഓരോ സമയത്ത് ഓരോ എരിവാണ്, അതുകൊണ്ടാണ് കണക്ക് പറയാത്തത്. പിന്നെ ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കൂടുതൽ മസാലകളൊന്നും ഇടേണ്ട ആവശ്യമില്ല. കാര്യമായിട്ട് ഇതൊരു പച്ചമുളക്, ഗരം മസാല, കുരുമുളക് പൊടി അതൊക്കെയുള്ളൂ ഇതിലേക്ക് ഇടുക, കുറച്ച് മല്ലിപ്പൊടിയും. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. കുറച്ച് സമയം തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടിയുടെ കൂടെ ഗരം മസാല കൂട്ടി പൊടിച്ചെടുത്താണ് കേട്ടോ, അതുകൊണ്ട് വേറെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളകിൻ്റെ പൊടി ലാസ്റ്റാണ് കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുക്കൽ. എന്നിട്ട് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് മട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 500 മട്ടനാണ് ഉള്ളത്, 500 ഗ്രാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 10 to 15 മിനിറ്റ് കുക്കാക്കി എടുത്താൽ മതി ഇവിടുത്തെ മട്ടൻ. ഇപ്പോൾ നാട്ടിലാകുമ്പോൾ 20 മിനിറ്റൊക്കെ വേവിച്ചെടുക്കണം, കുറച്ചുകൂടി വേവ് ഉണ്ടാവും. ഇപ്പോൾ വോയിസ് കൊടുക്കാൻ ഭയങ്കര പാടാണ്, കാരണം എല്ലാവരും വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ നിന്നാണ് വർക്കൊക്കെ ചെയ്യുന്നത്. അതുപോലെ സ്കൂളും ഓൺലൈനാണ്, അതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കലൊരു പണിയാണ്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് മാത്രമേ പുറത്തൊക്കെ ഇറങ്ങാറുള്ളൂ. പിന്നെ സാധനങ്ങൾ, ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ അധികം പോകാറുള്ളൂ. പിന്നെ നമ്മൾ കൊറോണയൊക്കെ ഫേസ് ചെയ്തതാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ എന്നാലും എവിടേക്കോ ഒരു സങ്കടവും വിഷമമൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനെൻ്റെ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇത് എനിക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ സിങ്ക് 2-3 പ്രാവശ്യം നന്നായിട്ട് സോപ്പിട്ട് കഴുകിയെടുക്കണം. എന്നാൽ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. ചിക്കനാണെങ്കിലും ഫിഷാണെങ്കിലും എന്ത് കഴുകിയെടുത്താലും ആ സമയത്ത് തന്നെ അപ്പം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി പത്തിരിക്കുള്ള വെള്ളമൊക്കെ ഒന്ന് വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് 3 ഗ്ലാസ്സൊക്കെയാണ് വെള്ളം വെച്ചിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കാണ് ഞാൻ മിക്കവാറും നോക്കാറുള്ളൂ. ഇത് നമുക്ക് രാവിലത്തേക്കും കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് എൻ്റെ മട്ടനൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ചേർക്കാനുണ്ട്. കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കേണ്ട, സാധാരണ ഇട്ടോ ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് പൊട്ടറ്റോ ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താണ്. കൂടുതലായി പോകുമ്പം ചിലപ്പം മട്ടൻ്റെ അളവ് കുറവാണെങ്കിൽ അപ്പോൾ ആ ഒരു പൊട്ടറ്റോയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിലോട്ട് നിൽക്കുക, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇവിടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനെ കുറച്ച് ചുടുവെള്ളം എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പൊടി ഇട്ടതിന് ശേഷം മെല്ലെ ഒന്ന് കയ്യിലിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇതൊക്കെ പണ്ടേ ഉമ്മയും വല്യമ്മയൊക്കെ ചെയ്യുന്നത് കണ്ട് അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ, അതിൽ ചോദ്യം ഉത്തരവൊന്നുമില്ല.
ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് വല്ലാതെ തണഞ്ഞു പോവരുത്. എന്നിട്ട് എടുത്തിട്ട് ഇനി മറ്റൊരു വേറൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് അത് നന്നായിട്ട് കുഴച്ചെടുക്കുക ചെയ്യുന്നത്. ചൂടോടെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പത്തിരി കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒന്ന് നമ്മുടെ കൈമേലാക്കിയിട്ട് 2 കൈയിലാക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ പത്തിരി സോഫ്റ്റായി കിട്ടാനും നല്ല പത്തിരിയായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആ വാട്ടുന്ന സമയത്തും കുഴക്കുന്ന സമയത്തും എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മളുടെ പത്തിരിയിൽ അത്യാവശ്യം ഒന്ന് ലൂസായിട്ട് തന്നെ എടുക്കണം. പണ്ട് എനിക്ക് പത്തിരി ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഞാൻ പഠിച്ചു വരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ഒരു താത്ത ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് പ്ലീ സൗണ്ട് ആവുന്നത് വരെ ഇങ്ങനെ കുഴക്കണമെന്ന്. അത് അവർ പറയും, എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നാന്നിട്ട് അവരെപ്പോഴും പറയുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ കുഴക്കുന്ന സമയത്ത് അതിങ്ങനെ ഓർക്കും, പ്ലീ സൗണ്ട് ആവുന്നത് വരെ കുഴക്കണമെന്നില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് ഹാർഡായിരിക്കരുത് പൊടി, നല്ല സോഫ്റ്റ് ആയിരിക്കണം ആ കുഴക്കുന്ന സമയത്ത് എന്ന് അവർ പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടകളായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വലിയ ഉണ്ടാണെങ്കിൽ തടിയുള്ള പത്തിരി ആയിരിക്കും കിട്ടുക. കുറച്ച് ചെറുതായിട്ട് തന്നെ ഉണ്ട പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ നമുക്ക് ചെറിയ നേരിയ പത്തിരി കിട്ടും. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും സമയത്തിനൊക്കെ അനുസരിച്ച് ഉണ്ട വലുതാക്കും ചെറുതാക്കുകയൊക്കെ ചെയ്യും. എനിക്കെപ്പോഴും വളരെ നേരിയതാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യും. ഇനി ഇത് ചിക്കനിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഇത് ഞാൻ എപ്പോഴും പണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കൽ. ഇതിന് കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്, സോഫ്റ്റ് ആയിരിക്കും ഉള്ളൊക്കെ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ മാരിനേഷന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ചെറുനാരങ്ങ നീരോ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ചേർത്ത് കൊടുക്കാതിരിക്കരുത്. എനിക്ക് ചെറുനാരങ്ങ നീരാണ് ഇഷ്ടം. വിനാഗിരി ചേർക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ അധികം ചെറുനാരങ്ങ നീര് തന്നെയാണ് ചേർത്ത് കൊടുക്കൽ. എന്നിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ട് തലങ്ങും വിലങ്ങുമൊക്കെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെക്കുക, അല്ലെങ്കിൽ വെക്കണമെന്നൊന്നുമില്ല. ഞാനിത് വെച്ചിട്ടൊന്നുമില്ല, വേഗം തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഞാൻ കാശ്മീരി മുളകും സാധാരണ മുളക് പൊടി മിക്സാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ സമയം കൊണ്ട് തന്നെ എൻ്റെ മട്ടനിൽ ഞാൻ പൊട്ടറ്റോ ഇട്ടൊന്ന് ജസ്റ്റ് ഒരു വിസിൽ വരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലാക്കണം, നന്നായിട്ട് പൊടിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചു കൊടുത്തതാണ്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. അവസാനമായിട്ട് നമ്മളുടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, അതൊന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം 1/2 കപ്പൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അതുകൂടി ഇളക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിനി ഇതിലേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കൽ. ഇനി ഗരം മസാല ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരുന്ന മല്ലിയിലായിരുന്നു കേട്ടോ. അത് കുറച്ച് വിത്ത് ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാവുമെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ ചെറിയ തോതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് അതൊക്കെ ഇട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ സാധാരണ ഒഴിക്കുന്നത് പോലെ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് ഒന്നായിട്ട് ഇട്ടിട്ട് ഒറ്റ ഫ്രൈ ചെയ്തെടുക്കലാണ്. കുറേശ്ശെ ഇട്ട് തിരിച്ചും മറിച്ചൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ടാണ് ആദ്യം കുക്കാക്കി എടുക്കുന്നത്. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ സമയത്ത് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കായി എടുക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ മെല്ലെ ഡ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈ. പത്തിരി പ്രസ് ചെയ്തെടുക്കാൻ എപ്പോഴും 2 ആളുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. ഒരാൾ പ്രസ് ചെയ്യലും ഒരാൾ തട്ടലും ഒക്കെ ആകുമ്പം. ഇന്ന് ഞാൻ തന്നെയുള്ളൂ. ഇവിടെ മോനൊക്കെ സഹായിച്ച് തരാറുണ്ട്. ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടാണ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ പത്തിരി നന്നായിട്ട് സോഫ്റ്റായി കുഴച്ചെടുത്താൽ മാത്രമേ നല്ല നേരിയ പത്തിരിയും സോഫ്റ്റായ പത്തിരിയും പൊള്ളി വരുന്ന പത്തിരിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെയൊക്കെയാണ് പലർക്കും മിസ്റ്റേക്ക് പറ്റാറ്. ഹാർഡായ പത്തിരി ആവുന്നതും പൊള്ളാത്തതും ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അതിലിട്ട് തട്ടാറില്ല, അപ്പോൾ ഒരുപാട് പൊടിയാവും. ഇങ്ങനെ ജസ്റ്റ് കൈമേലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി കൊടുത്താൽ നമുക്ക് എളുപ്പമായിട്ട് പത്തിരി പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഇവിടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഇനിയും കുറച്ച് സമയം കൂടി ഫ്രൈ ആണ്. വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ അതേസമയം എൻ്റെ പത്തിരിയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് അതുപോലെ തന്നെ ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ ആ സമയത്ത് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ഒന്നുകൂടി ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ചതാണ്.
ഈ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. പത്തിരി ചുടുന്ന സമയത്ത് എപ്പോഴും ഫ്ലെയിം നല്ല കൂട്ടി വെക്കണം, എന്നാലാണ് പത്തിരി നന്നായിട്ട് പൊള്ളിയൊക്കെ കിട്ടത്തുള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല സൂപ്പർ പത്തിരി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വേഗം എൻ്റെ പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അതേസമയം ആ ചായക്കുള്ള വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പ് വീട്ടാനുള്ള നോമ്പാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ നോമ്പ് ഉള്ളത്, എനിക്ക് മാത്രമേ നോമ്പുള്ളൂ. എന്നാലും എനിക്ക് പത്തിരിയും കറിയൊക്കെ വേണം. ചോറ് തിന്നാൻ നേരം എന്തോ ഒരു മടിയാണ് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത്. ഇപ്പോൾ എൻ്റെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ പാൽവാഴക്ക ഉണ്ടാക്കാറുണ്ട്, ഇന്ന് ഞാൻ അതൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ മോന് മനാക്കിഷ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചീസ് ഉള്ളതും മീറ്റ് ഉള്ളതുമാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിത് കട്ട് ചെയ്തെടുക്കും എന്നിട്ട് കഴിക്കും. ഇത് മട്ടൻ മീറ്റാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതാണ് ചീസിൻ്റെത്. അപ്പം ഇനി ബാങ്കൊക്കെ കൊടുത്ത് ഇനി ഫുഡൊക്കെ കഴിക്കുന്ന സമയമായി. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ശേഷം കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. ക്ലീനിങ് കുറേയൊക്കെ ഞാൻ ഈ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ചെയ്തുകൊണ്ട് കുറച്ച് പണികളൊക്കെ ഇനി ബാക്കിയുള്ളൂ. ഇതിലേക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാനുണ്ട് പാത്രങ്ങൾ. അപ്പോൾ ഇതിൽ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എല്ലായിടത്തുനിന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കൗണ്ടർ ടോപ്പും നിലവും എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ്. താങ്ക് യു ഫോർ വാച്ചിങ്.